തമിഴ്നാട്ടിൽ ഇപ്പോൾ നടക്കുന്നതാണോ യഥാർത്ഥ ജല്ലിക്കെട്ട്? ഗവർണറുടെ പദവി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ? പനീർ സെൽവം അടുത്ത മുഖ്യമന്ത്രിയായി തുടരുമോ? ശശികല എന്തു ചെയ്യും? ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് BJP സംസ്ഥാന വക്താവ് ശ്രീ MS കുമാർ, AIADMKയുടെ ദേശീയ സമിതി അംഗം ശ്രീമതി TT ഉഷ, AIADMKയുടെ മറ്റൊരു നേതാവ് ഡോക്ടർ ബിജു രമേശ്, ഒപ്പം കോൺഗ്രസ് നേതാവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അഡ്വക്കേറ്റ് MR അഭിലാഷ് എന്നിവർ. അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഇപ്പോൾ ശശികലയുമായി ഗവർണർ കൂടിക്കാഴ്ച നടത്തുകയാണ്. എന്താണ് ഒരു സംസ്ഥാന ഗവർണർക്ക് ഈ ഘട്ടത്തിൽ ഭരണഘടനാപരമായി ചെയ്യാനാകുക? ഡോക്ടർ ലാൽ, ഇപ്പോൾ പനീർ സെൽവത്തിനെ പുനഃപ്രതിഷ്ഠിക്കുക എന്നുള്ളത് ഭരണഘടനയോ നിയമമോ അനുശാസിക്കുന്ന വിധത്തിലുള്ള ഒരു നടപടിയാവില്ല. കാരണം നമുക്കറിയാൻ കഴിഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ റെസിഗ്നേഷൻ ലെറ്റർ ടെൻഡർ ചെയ്യുകയും അത് പിന്നീട് രാജ്ഭവൻ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ റെസിഗ്നേഷൻ എന്നുള്ള ആ ഒരു സ്റ്റേജ് കംപ്ലീറ്റ്ലി ഇപ്പോൾ ഓവറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു കാരണവശാലും അൺലെസ് ഇറ്റ് ഈസ് പ്രൂവ്ഡ്, ഇപ്പം പനീർ സെൽവത്തിന് റിക്വയർഡ് ആയിട്ടുള്ള മെജോറിറ്റി, ഇപ്പം ശശികല ഫാക്ഷൻ ക്ലെയിം ചെയ്യുന്നത് 131 അംഗങ്ങളുടെ 234 അംഗ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 131 അംഗങ്ങളുടെ ഭൂരിപക്ഷം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ പനീർ സെൽവത്തിന് റിക്വയർഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ഇല്ല. അങ്ങനെ വരുമ്പോൾ പനീർ സെൽവത്തിനെ പുനഃപ്രതിഷ്ഠിക്കാൻ അവിടെ കഴിയില്ല, നിയമപരമായിട്ട് കഴിയില്ല. ഇനിയിപ്പോൾ ഗവർണർക്ക് ചെയ്യുവാൻ കഴിയുന്നത് ഏറ്റവും അധികം ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ടുള്ള അവരുടെ ലീഡറിനെ, അതായത് ഇപ്പോൾ ശശികലയെ അധികാരത്തിലേറുവാൻ സത്യപ്രതിജ്ഞ ചെയ്യുവാൻ വേണ്ടി ക്ഷണിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ ശശികലയുമായിട്ടുള്ള ഗവർണറുടെ മീറ്റിംഗ് നടന്നു വരികയായിരിക്കും, അല്ല ഒരുപക്ഷെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ 131 അംഗങ്ങളുടെയും സപ്പോർട്ട് വെളിവാക്കുന്ന കത്ത് കൈമാറിക്കഴിഞ്ഞാൽ, അവരുടെ ഒപ്പുകൾ അതിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ ഗവർണർക്ക് ഭരണഘടനയുടെ ശ്രീ അഭിലാഷിലേക്ക് തിരിച്ചെത്താം. ശ്രീ MS കുമാർ, ഇപ്പോൾ അഡ്വക്കേറ്റ് MR അഭിലാഷ് ചൂണ്ടിക്കാട്ടിയതാണ് ഭരണഘടനാപരമായി ഒരു ഗവർണർ ചെയ്യേണ്ട കാര്യം. പക്ഷേ ഇപ്പോഴും ഗവർണർ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഗവർണർ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാത്തത്? ഒരു മുഖ്യമന്ത്രി രാജിവെച്ച് കാവൽ മുഖ്യമന്ത്രിയായി കഴിയുകയാണ്. ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിൽ ഗവർണർ ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ? ഗവർണർ ഒരു വ്യക്തത കൈവരുത്തിയില്ല എന്ന് എങ്ങനെയാണ് ലാലെ പറയാൻ സാധിക്കുന്നത്? ഗവർണർ ഇന്ന് ഉച്ചയ്ക്ക് മാത്രമാണ് ചെന്നൈയിലെത്തിയത്. അദ്ദേഹം ഈ അവകാശവാദം ഉന്നയിക്കുന്ന 2 പേരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. 135 പേരുടെ ഒപ്പ് ഇട്ട കത്ത് ഇപ്പോൾ പോയ ശശികല അദ്ദേഹത്തെ ഏൽപ്പിക്കുമെന്ന് പറയുന്നു. ഒരു കത്ത് കൈമാറിയതുകൊണ്ട് മാത്രം അത് വിശ്വസിച്ചുകൊണ്ട് ഗവർണർ ഒപ്പിടാൻ അവരെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അതിന് ഗവർണർക്ക് ബോധ്യപ്പെടണം. പല മാർഗ്ഗങ്ങൾ കാണും. ഇപ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു, ഗവർണർ എന്തോ മാറി നിൽക്കുന്നുവെന്നോ, ഗവർണർ വേണ്ട ചെയ്യുന്നില്ല എന്ന്. ആ വാദം ശരിയല്ല. 2 ദിവസമായി ചാനലുകൾ, പ്രത്യേകിച്ചും കൈരളി ചാനൽ, അത്തരം ചർച്ചകൾ നടത്തുന്നത് അത് ആശാസ്യമല്ല. ഗവർണർ എന്ന് പറഞ്ഞാൽ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കാൻ ബാധ്യതയുള്ള ആളാണ്. അദ്ദേഹത്തിന് ബോധ്യം വരണം. രാഷ്ട്രീയം വഷളാക്കാനുള്ളതല്ലല്ലോ. ഇപ്പോൾ ഇതാ ഇവരുടെ കേസ് സുപ്രീം കോടതിയിൽ, കർണാടക ഹൈക്കോടതി ശിക്ഷിച്ച കേസ്, സ്റ്റേയിലിരിക്കുന്ന കേസ്, വാദം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് ഏത് നിമിഷവും അതിൻ്റെ വിധി വരാം. മറ്റൊരു കേസ് ശശികല സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനെതിരായിട്ട് കോടതി കിടക്കുന്നു, അത് പരിഗണനയിലിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 3-4 ദിവസത്തിന് മുമ്പേ ഏകകണ്ഠമായി നേതാവായി തിരഞ്ഞെടുത്തു എന്ന് നമ്മളൊക്കെ ധരിച്ചിരുന്ന ശശികലയുടെ തിരഞ്ഞെടുപ്പ് അത്തരത്തിലായിരുന്നില്ല എന്നിപ്പോൾ അതിനകത്തുനിന്ന് അറിയുന്നു. ശ്രീ പനീർ സെൽവമാണ് പേര് നിർദ്ദേശിച്ചതെന്ന് പറയുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ ധരിച്ചിരുന്നത്. അതിനൊക്കെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദിവസം പ്രതി, എന്തിന് നിമിഷം പ്രതി തമിഴ്നാട് രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേട്ടു DMK അവരുടെ പിന്തുണ ഫ്ലോറിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ടി വന്നാൽ പനീർ സെൽവത്തിന് നൽകും എന്ന് ഇപ്പോൾ ഏതൊരു ചാനലിൽ ഞാൻ കണ്ടു. അപ്പോൾ DMKയുടെ പിന്തുണ കൂടി ആ സ്ഥിതി വരുന്നു. അങ്ങനെ ആകുമ്പോൾ എത്ര പേര് അവരെ കൂടെ ഉണ്ട്? ഇവരാണെങ്കിൽ അവരെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന MLA-മാരെ ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ താമസിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അവർക്ക് മൊബൈൽ ഫോണില്ല, അവരെ TV വാർത്തകൾ കാണാൻ അനുവദിക്കുന്നില്ല, അവരെ പത്രം കാണിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. എനിക്കറിയില്ല. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ജനാധിപത്യത്തെ ഒരു കൂട്ടിലാക്കി അല്ലെങ്കിൽ വിലക്കെടുത്തുകൊണ്ട് നടത്തുന്ന നാടകങ്ങൾക്ക് ഗവർണർ അങ്ങ് കണ്ണുമടച്ച് കൂട്ടുനിന്നുകൊള്ളണം എന്ന് നമുക്ക് വാശി വയ്ക്കാൻ സാധിക്കില്ലല്ലോ. ജനാധിപത്യത്തിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഒരു മര്യാദയും അത് പാലിക്കപ്പെടും എന്നുള്ള ഉറപ്പുമൊക്കെ ഉറപ്പുവരുത്താനുള്ള ബാധ്യത ഗവർണർക്കുണ്ട്. അദ്ദേഹം അതിനായിരിക്കാൻ കാത്തിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഗവർണർ
ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണോ ശ്രീ MS കുമാർ പറയുന്നത് പോലെ MLA-മാരെ കുതിരക്കച്ചവടം നടത്തി കൂടെ നിർത്തുന്നതിൽ നിന്ന് ആരെയെങ്കിലുമൊക്കെ തടയുന്ന കാര്യം? ഗവർണർ ഈ ഒരു കാലവിളംബം ഈ കാര്യത്തിൽ ഉണ്ടാക്കുന്നുണ്ടോ? ഗവർണർ ഇപ്പോൾ ചെയ്യുന്നത് തന്നെയാണോ ഇത്തരമൊരു സന്ദർഭത്തിൽ നിർവഹിക്കേണ്ടത്? ഗവർണർ എന്ന് പറയുന്ന പദവിയിലിരിക്കുന്ന ആൾ ഭരണഘടനാപരമായ കർത്തവ്യം നിർവഹിക്കലാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം. പക്ഷെ ഇവിടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ദുരൂഹതകളുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഒന്ന്, നിലവിലുണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രി രാജിവെച്ചു, രാജി ഗവർണർ സ്വീകരിച്ചു. അസംബ്ലിയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടി ഒരു പുതിയ നേതാവിനെ തെരഞ്ഞെടുത്തു. നേതാവിന്റെ നിയുക്ത മുഖ്യമന്ത്രിയുടെ പേര് ഗവർണർക്ക് സമർപ്പിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാജി സമർപ്പിച്ച മുഖ്യമന്ത്രി തന്നെ ഗവർണറെ കണ്ട് പറയുകയാണ്, എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ചാണ്, ബലം പ്രയോഗിച്ചാണ് രാജിവെപ്പിച്ചത്. മാത്രമല്ല, അവർക്ക് 130 MLA-മാരുടെ പിന്തുണയുണ്ടെന്ന് പറയുന്നെങ്കിൽ ആ MLA-മാർക്ക് സ്വതന്ത്രമായി ആ പിന്തുണ ഗവർണറെ അറിയിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. എന്തിനാണ് അവരെ കൊണ്ടുപോയി അജ്ഞാതമായ കേന്ദ്രങ്ങളിൽ താമസിപ്പിച്ചിരിക്കുന്നത്? ബാഹ്യ ലോകവുമായി ഒരു ബന്ധവും അവർക്കുണ്ടാകാതിരിക്കാൻ അവരുടെ മൊബൈൽ ഫോണുകൾ വാങ്ങിയിരിക്കുന്നു. അവിടെ TV അവർ കാണാനുള്ള അനുവാദം കൊടുത്തിട്ടില്ല, പത്രം അവരെ കാണിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായി എന്തൊക്കെയോ ദുരൂഹത തമിഴ്നാട് രാഷ്ട്രീയത്തിലുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെച്ച് ഒരു കാവൽ മുഖ്യമന്ത്രി വന്ന സ്ഥിതിക്ക്, ഒരു നിയുക്ത മുഖ്യമന്ത്രിയെ പാർട്ടി തെരഞ്ഞെടുത്ത സ്ഥിതിക്ക് ഭരണഘടനാപരമായ കർത്തവ്യം എന്ന് പറയുന്നത് ആ മുഖ്യമന്ത്രിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് ഗവർണർക്ക് ബോധ്യപ്പെടണം. ബോധ്യപ്പെടുന്നില്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ രാജി അദ്ദേഹം പിൻവലിച്ച് അദ്ദേഹത്തിന്റെ അവസരം കൊടുത്താൽ അദ്ദേഹം ഭൂരിപക്ഷം തെളിയിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അതൊക്കെ ഗവർണറുടെ വിവേചനാധികാരത്തിൽ പെടുന്ന കാര്യമാണ്. സ്വാഭാവികമായി കർണാടകത്തിൽ, തമിഴ്നാട്ടിൽ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം അവിടെ കുറെ നാടുകളായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നാടകങ്ങളിലൊക്കെ ദുരൂഹതയാണ്. ഈവൻ ജയലളിതയുടെ മരണത്തിൽ പോലും ദുരൂഹതയുണ്ട്. അവരെ ചികിത്സിച്ച ലണ്ടനിൽ നിന്നുള്ള ഡോക്ടറെ ഇവിടെ വരുത്തുക, 5.5 കോടി രൂപ അവിടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കുക, ഹോസ്പിറ്റൽ അതോറിറ്റിയെ കൊണ്ട് പത്രസമ്മേളനം നടത്തിച്ച് പറയുക അവരുടെ മരണത്തിൽ യാതൊരു ദുരൂഹതയും. ആ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. പക്ഷേ അതിന് മുൻപ് എനിക്കൊരു കാര്യം ശ്രീ ഉണ്ണിത്താനോട് ചോദിക്കാനുള്ളത്, ആശുപത്രിയിൽ ചെന്നിട്ട് ഇന്നുവരെ അവരെ കാണിച്ചിട്ടില്ല. എന്ത് രോഗമാണ് അവർക്കുള്ളത്? ആരെങ്കിലും അവരെ കണ്ടാൽ എന്തെങ്കിലും അണുബാധ ഉണ്ടാകുമോ? ഇതൊക്കെ കെട്ടിച്ചമച്ച കഥകളാണ്. അപ്പൊ ജയലളിതയുടെ ഇപ്പോ ശ്രീ പനീർശെൽവം ഒരു മുഖ്യമന്ത്രിയായി ആക്ട് ചെയ്യാൻ ആരംഭിച്ചു. ഒന്ന്, ജയ താമസിക്കുന്ന ആ വീട് പോയിസ് ഗാർഡൻ അത് ഒരു ദേശീയ സ്മാരകമാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. നമ്പർ 2, അവരുടെ മരണത്തെക്കുറിച്ച് വ്യാപകമായ ആക്ഷേപങ്ങളും ദുരൂഹതയുമുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിച്ചു. അപ്പൊ പറയുന്നത് അമ്മയുടെ ആത്മാവിന് പോലും അവമാനമാണ് ജുഡീഷ്യൽ എൻക്വയറി. അതെന്താ ആത്മാവിന് എങ്ങനെ അപമാനം ഉണ്ടാകുന്ന? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ താങ്കൾ ഒന്ന് കേൾക്കുക. അതായത് ഈ കാര്യത്തിൽ ഇപ്പോൾ കാവൽ മുഖ്യമന്ത്രി ശ്രീ പനീർശെൽവം നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികൾ ആണ് കൂടുതൽ ജനങ്ങൾക്ക് താല്പര്യമുള്ളത്, അതാണ് വിശ്വസനീയം, അതാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത്. ഗവർണർ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നീക്കേണ്ടത് എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളിൽ ഗവർണറെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറാകുന്നില്ല. അത് കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം കൂടിയായിട്ട് താങ്കൾ പറയുമോ? അല്ല, കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരുപാട് ദുരൂഹതകൾ രാഷ്ട്രീയമായും അവിടെ കേൾക്കുന്നുണ്ട്. കാരണം BJP ആണ് ഇന്ത്യ ഭരിക്കുന്നത്. സ്വാഭാവികമായി തമിഴ്നാട്ടിലെ ഗവർണറെ വെച്ചിരിക്കുന്ന BJPയുടെ നോമിനിയാണ്. അപ്പൊ സ്വാഭാവികമായി കേന്ദ്ര ഗവൺമെന്റ് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. രാഷ്ട്രീയമായി തന്നെ നേടാനല്ല കോൺഗ്രസ് തയ്യാറാവുള്ളൂ. ഒരിക്കലും BJP എടുക്കുന്ന ഒരു തീരുമാനത്തിന് അനുകൂലമായി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കോൺഗ്രസ് പാർട്ടി തയ്യാറാകില്ല. അതുകൊണ്ട് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു തുറന്ന സമീപനം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അപ്പൊ ഗവർണറുടെ ഒരു തീരുമാനം പുറത്തുവരുമോ കോൺഗ്രസ് സ്വാഭാവികമായി. ഞാൻ തിരിച്ചു വരാം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. ശ്രീമതി TT ഉഷ കൂടി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. AIADMKയുടെ ദേശീയ സമിതി അംഗം കൂടിയാണ്. ശ്രീമതി ഉഷ, ഇപ്പോൾ കോൺഗ്രസിൻ്റെയും BJPയുടെയും വക്താക്കൾ ഈ ചർച്ചയിൽ പറഞ്ഞ അഭിപ്രായങ്ങൾ വെച്ച് നോക്കുമ്പോൾ, നമ്മൾ പുറമേ നിന്ന് കിട്ടുന്ന നമ്മുടെ റിപ്പോർട്ടും വെച്ച് നോക്കുമ്പോൾ, പനീർശെൽവം എന്ന് പറയുന്ന ഇപ്പോഴത്തെ കാവൽ മുഖ്യമന്ത്രി കൂടുതൽ ജനകീയൻ ആണ് എന്ന് മനസ്സിലാക്കി
അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള പിന്തുണ ഉണ്ട് ഇവരുടെ നേതാക്കൾക്ക്, ഈ രണ്ട് കക്ഷികളുടെയും ദേശീയ പാർട്ടികളുടെയും നേതാക്കൾക്ക് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് വരുന്നത്. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ ലാൽ. കാരണം ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ശ്രീമതി ഉഷ, ശ്രീ MS കുമാർ, ഈ പനീർശെൽവത്തിന് ആണോ കൂടുതൽ ഇപ്പോൾ ഭരിക്കാനുള്ള ഒരു സാധ്യത BJP കാണുന്നത്, അതോ ശശികലയ്ക്ക് ഭരണഘടനാപരമായ സാധ്യതയുണ്ട് എന്ന് BJPക്ക് അഭിപ്രായമുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ നേരത്തെ എന്നോട് ചോദിച്ചുമില്ല. അത്തരം വിഷയങ്ങൾ ഇപ്പോൾ ശരി, അതാണ് നിങ്ങൾ വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നു. ഗവർണറുടെ കാര്യമാണ് ചോദിച്ചത്. ഞാൻ ഗവർണറുടെ നിലപാടിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ശരി, ഇത് ഇപ്പൊ യോഗ്യതയും അയോഗ്യതയും അല്ല. 140 പേർ മെനഞ്ഞാൻ നമ്മൾ ധരിച്ചത് അണ്ണാഡിഎംകെയിലെ മുഴുവൻ MLA മാരും ചേർന്ന് അവരുടെ നിയമസഭാ നേതാവിനെ തിരഞ്ഞെടുത്തു. അത് ജനാധിപത്യത്തിൽ അനുവദനീയമാണ്, കീഴ്വഴക്കങ്ങളുണ്ട്, അത് ശരിയുമാണ്. പക്ഷേ പിന്നെ കേട്ടു അങ്ങനെയല്ല, നിർബന്ധപൂർവ്വം അവർ രാജി എഴുതി വാങ്ങിയതാണ്, അവരെ എതിർക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് ഇപ്പൊ കേൾക്കുന്നു. അപ്പൊ ഇതിലൊക്കെ ഒരു വ്യക്തത വന്നിട്ട് മാത്രമേ ഗവർണർ അതായത് നിർബന്ധിച്ചാണ് രാജിവെപ്പിച്ചത് എന്ന് പനീർശെൽവം ഇങ്ങനെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു നേതാവ് ഇങ്ങനെ മുഖ്യമന്ത്രി പദം രാജിവെച്ച ശേഷം പറയുകയാണെങ്കിൽ, അത് ഗവർണർ കണക്കിലെടുത്ത് ആ രാജി തിരിച്ചു നൽകുകയും അത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യേണ്ടതാണോ, ഭരണഘടനാപരമായി ചെയ്യേണ്ടത് എന്നാണോ BJP കരുതുന്നത്? അങ്ങനെയല്ല. ഗവർണറുടെ മുമ്പിൽ ഇപ്പോ ഭൂരിപക്ഷം തെളിയിക്കുക എന്നുള്ളതാണല്ലോ ഈ രണ്ട് കൂട്ടരുടെയും അവർ അവകാശവാദം ശരിയാണെങ്കിൽ ചെയ്യേണ്ടത്. അത് ഗവർണർ പറഞ്ഞില്ലല്ലോ. ഗവർണർ പറയാൻ, നിങ്ങൾ ഗവർണർ പറയാൻ സമ്മതിക്കേണ്ട. അദ്ദേഹം വന്ന് ഉച്ചയ്ക്ക് വന്ന് രണ്ടാളെ കണ്ടുകൊണ്ടിരിക്കുന്നു, അദ്ദേഹം ഒന്നും പറഞ്ഞില്ലല്ലോ. ഈ തമിഴ്നാട്ടിലെ ഒരു ഗവർണർ, ഞാൻ ചോദിക്കട്ടെ ശ്രീ MS കുമാർ, തമിഴ്നാട്ടിൽ ഒരു ഗവർണർ ഇല്ലാതെയായിട്ട്, അവിടത്തേക്ക് സ്വന്തമായി അവിടെ തന്നെ താമസിക്കുന്ന ഒരു ഗവർണർ ഇല്ലാതായിട്ട് ഏതാണ്ട് 1 വർഷം ആകാൻ പോവുകയാണ്. ഇത്രയും കാലമായിട്ട് അവിടെ ഗവർണർ ഇല്ല. ഈ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായിട്ട് ഇപ്പോഴും ഗവർണർ വരണമോ വേണ്ടയോ എന്ന് ആലോചിച്ചാണ് ഇന്ന് എത്തിയത്. ഇത്രയും സംഭവിക്കാൻ പാടുണ്ടോ ഒരു ജനാധിപത്യത്തിൽ? അല്ല ലാലെ, നമ്മളെല്ലാം മറക്കരുത്. ജൂലൈയിലാണ് അവിടുത്തെ ഗവർണർ പോസ്റ്റ് ഒഴിവായത്. ജൂലൈക്ക് ശേഷം ഉണ്ടായ തമിഴ്നാട്ടിലെ സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമതി ജയലളിത രോഗബാധിതയായി ആസ്പത്രിയിലായി. അവരുമായി കൂടി ആലോചിച്ചൊരു ഗവർണർ നിയമിക്കാനുള്ള സാവകാശം ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ടാവില്ല. അതിനുശേഷം ഇത്രയും കാലമായിട്ടുള്ളൂ. അതുകൊണ്ട് ഗവർണർ നിയമിക്കാത്തത് കാലതാമസം കൊണ്ടാണെന്നും, അങ്ങനെയാണെങ്കിൽ അത് വലിയ ജനാധിപത്യപരമായ ധ്വംസനമാണ്. അതായത് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആശുപത്രിയിലായപ്പോൾ അവിടെ ഭരണം നേരെ നടന്നില്ല, അവരുമായി ആലോചിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായില്ല, പുതിയൊരു ഗവർണർ നിയമിക്കാൻ പറ്റാത്തതിന് കാരണം അതാണെങ്കിൽ ജനാധിപത്യപരമായി ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഒരിക്കലും അങ്ങനൊന്നുമില്ല. ഒരു സംസ്ഥാനത്ത് ഒരു ഗവർണറെ നിയമിക്കുന്നതിനുള്ള ജനാധിപത്യപരമായ ഘടകങ്ങൾ പാലിക്കാൻ ഇടവരാത്തതുകൊണ്ടാണ് അവിടെ യാതൊരു ഭരണഘടനമായ പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. മഹാരാഷ്ട്ര നേരത്തെ ഗവർണർമാർക്ക് 1-2 സംസ്ഥാനങ്ങളിൽ ചാർജ് കൊടുക്കുന്നത് ആദ്യത്തെ സംഭവമാണോ? നിരവധി സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായതുകൊണ്ടാണല്ലോ ഈ ഗവർണർ ഇല്ല എന്നുള്ളത് പോലും നിങ്ങൾ അറിയുന്നത്. ഇല്ലെങ്കിൽ ഗവർണറുടെ അവിടെ ഇല്ല എന്നുള്ളതും ഗവർണറുടെ സാന്നിധ്യം ഇല്ല എന്നുള്ളതൊന്നും ഒരിക്കൽ പോലും അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമേ അല്ല. അവിടെ ഒരു മുഖ്യമന്ത്രി പോലും ഇപ്പോ വലിയ പ്രശ്നമായിരിക്കുന്നു എന്നുള്ളത് ഗവർണർ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പരിപാടികൾ ഉള്ളതുകൊണ്ടായിരിക്കാം മഹാരാഷ്ട്രയിൽ പോയത്. തിരിച്ചു വന്നു, ഇന്ന് വന്നു, 2 കൂട്ടരെയും കണ്ട് അദ്ദേഹം കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുന്ന കേട്ടതൊന്നും ഗവർണർ ഏതാണ്ട് പറഞ്ഞു, ഇതൊന്നും ഒക്കൂലാതെ. ശരി, അങ്ങനെയാണെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് BJPയുടെ അഭിപ്രായം എന്താണ് ഈ കാര്യത്തിൽ? എന്താണ് ചെയ്യാൻ സാധിക്കുക? അഭിപ്രായം ഉണ്ടാവണമല്ലോ. ഒരു സുതാര്യവും സംശുദ്ധവുമായ ഒരു ഭരണം തമിഴ്നാടിന് ഉണ്ടാകണം എന്നതിൽ കവിഞ്ഞ ഒരു താല്പര്യവും BJPക്ക് ഇല്ല. അങ്ങനെയാണെങ്കിൽ പനീർശെൽവം അവിടെ പനീർശെൽവം മുഖ്യമന്ത്രി ആയാലും ശശികല മുഖ്യമന്ത്രി ആയാലും BJPക്ക് അഭിപ്രായമൊന്നുമില്ല. ഒരു പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കാര്യമാണ്. സംസ്ഥാനത്തെ ഭരണം സുഗമമായി നടക്കണം, അത് ആര് ഭരിച്ചാലും കുഴപ്പമില്ല. അതിന് ശരിയായ മാർഗങ്ങൾ സ്വീകരിക്കണം. അത് ഗവർണർ സ്വീകരിക്കുന്നത് തികച്ചും ജനാധിപത്യപരമായ മര്യാദാപരമായ കാര്യങ്ങളാണെന്നാണ് ശ്രീമതി TT ഉഷ. ഇപ്പോൾ BJPയുടെയും കോൺഗ്രസിന്റെയും നേതാക്കൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ വീണ്ടും ആദ്യം പറഞ്ഞ ആ ഒരു പ്രയോഗത്തിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. അതായത് പനീർശെൽവത്തെ തള്ളിക്കളയാൻ 2 പാർട്ടിയിലെ നേതാക്കൾ തയ്യാറല്ല. BJP ഒന്നുകൂടി കടന്നുകൊണ്ട് ശശികലയെയും ഇപ്പോൾ തള്ളിക്കളയുന്നില്ല എന്ന അർത്ഥത്തിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതേസമയം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ശശികലയെ കുറിച്ചുള്ള ദുരൂഹത ജനങ്ങൾക്കുണ്ട് എന്നുള്ള അർത്ഥത്തിൽ അഭിപ്രായം പറയുകയും ചെയ്തു. ശ്രീമതി ഉഷ, ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ പനീർശെൽവം തന്നെയാണ് മുഖ്യമന്ത്രിയായി തുടരേണ്ടത് എന്നും അദ്ദേഹം നിർബന്ധിച്ച് രാജിവെപ്പിക്കപ്പെട്ട ഒരു നേതാവ് ആണ്, മുഖ്യമന്ത്രിയാണ് എന്നും തന്നെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ സാധിക്കുന്നതാണെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും. കാരണം ഇതിനു മുൻപേ 2 പ്രാവശ്യവും ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യവും അമ്മ പല പ്രാവശ്യം ഇവിടുന്ന് മാറി നിന്നപ്പോഴും അമ്മ OPSനാണ് ഭരിക്കാനുള്ള ചുമതല കൊടുത്തത്. അതേപോലെ തന്നെ അമ്മ തിരിച്ചു വന്നപ്പോൾ ഭയഭക്തി ബഹുമാനത്തോടു കൂടെ തന്നെ അദ്ദേഹം ആ ഒരു സ്ഥാനം ഒഴിഞ്ഞു കൊടുത്ത് അമ്മയെ വീണ്ടും മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ
അതേപോലെ തന്നെ മൂന്നാമതും സംഭവിച്ചപ്പോൾ ജനങ്ങളെല്ലാം സമാധാനപ്പെട്ടിരുന്നു ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ തമിഴ്നാട് ഭദ്രമാണെന്ന്. പക്ഷേ അന്തർനാടകം പടക്കുന്ന് നടന്നപ്പോൾ പെട്ടെന്ന് തന്നെ പോയസ് ഗാർഡനിലോട്ട് വിളിക്കുന്നു, അവിടുന്ന് പിന്നെ രാജിനാമം ചോദിക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്യണമെന്നറിയാതെ അവിടുന്ന് ഒപ്പുവെച്ചു കൊടുക്കുന്നു. നേരെ അമ്മയുടെ അതെങ്ങനെയാണ് ശ്രീമതി ഉഷ ഒരു മുഖ്യമന്ത്രി 3 തവണ മുഖ്യമന്ത്രിയായി പരിചയമുള്ള ഒരാൾക്ക് ഇങ്ങനെ പോയസ് ഗാർഡനിൽ നിന്ന് ശശികലയെ പോലെ ഒരാൾ വിളിച്ചു പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ രാജി എഴുതി കൊടുത്തു പോകുന്നത്? അത് നേരത്തെ തന്നെ ഉച്ചയ്ക്ക് രാവിലെ മുതലുള്ള ചർച്ചയിൽ വളരെയധികം പ്രസക്തിയോടുകൂടി ആ ഭാഗം നമ്മൾ സംസാരിച്ചിരുന്നു. മന്നാർകുടി ഫാമിലി കംപ്ലീറ്റ് അവിടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം തനിച്ചാണ് അദ്ദേഹത്തെ വിളിച്ചത്, തനിച്ചാണ് അദ്ദേഹം അവിടെ എത്തിപ്പെട്ടത് എന്ന് പറയുന്നതിൽ തന്നെ വലിയ കാര്യങ്ങളുണ്ട്. കാരണം മഹാപർവ്വതമായിരുന്ന ജയലളിതാമ്മയെ 77 ദിവസം പുറം ലോകത്തെ കാണിക്കാതിരുന്ന ഒരു വ്യക്തി, നമ്മൾ പല കാര്യങ്ങളും അടുക്കും ചിട്ടയോടും കൂടെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ നടക്കുന്നതെന്ന് എൻ്റെ വായോണ്ട് പറയാതെ തന്നെ അറിയാൻ പറ്റും. ആ കാര്യത്തിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന അല്ലെങ്കിൽ അന്ന് ജയലളിതയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്ന മുഖ്യമന്ത്രി പദം കൊടുക്കാൻ വരെ ജയലളിത കൊടുക്കാൻ വരെ തയ്യാറായിട്ടുള്ള O. പനീർശെൽവവും കണ്ണടച്ചില്ലേ? അദ്ദേഹത്തിന് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാനാകും? അദ്ദേഹത്തിന് അന്ന് അദ്ദേഹം ഇത് തുറന്ന് പറയണമായിരുന്നു. അതാണ് ഇന്ന് അദ്ദേഹം അനുഭവിക്കുന്ന എല്ലാ മാനദണ്ഡത്തിന്റെയും കാര്യം. അത് രാഷ്ട്രീയത്തിൽ പൊറുക്കാൻ പറ്റുന്ന ഒരു കാര്യം അല്ലല്ലോ ശ്രീമതി ഉഷ. അങ്ങനെയാണെങ്കിൽ എന്തായാലും അദ്ദേഹം രാജിവെച്ചു. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നടക്കേണ്ട കാര്യങ്ങളാണ് പിന്നീട് അങ്ങോട്ടുള്ളത്. അതനുസരിച്ച് ഒരിക്കൽ രാജി എഴുതി കൊടുത്ത് ഗവർണർ അത് സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അറിയാതെ എഴുതിപ്പോയതാണ്, നിർബന്ധിച്ച് എഴുതിപ്പോയതാണ് എന്ന് പറഞ്ഞാൽ തിരിച്ച് എടുക്കാൻ പറ്റുന്നതാണോ ഈ കാര്യം? അതിന് വേറൊരു തലമുണ്ട്. AIDMK എന്നുള്ള പാർട്ടി ഇന്നലെയും ഇന്ന് ഉണ്ടായതല്ല. DMKയിൽ നിന്ന് പിരിഞ്ഞു വന്നപ്പം മുതൽ AIDMKയിൽ ശക്തമായ നേതാക്കളുണ്ടായിരുന്നു. അണ്ണാദുരൈ, അതേപോലെ തന്നെ നമ്മുടെ പിന്നെ MGR, അത് കഴിഞ്ഞ് അമ്മ. ഈ ഒരു ശക്തമായ ഇത്രയും വർഷങ്ങൾ ഭരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഈ AIDMKക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ ശശികലാമ്മ എന്ന് പറയുന്നവർക്ക് ഒരു ടിക്കറ്റ് പോലും ഇല്ലാതെ അവർ സഡൻ ഒരു ദിവസം വന്നിട്ട് സെക്രട്ടറി ആകുന്നു, പിന്നീട് മുഖ്യമന്ത്രി. ഇതൊന്നും ഒരു അത്ഭുതമല്ല ശ്രീമതി ഉഷ. ഈ തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ജയലളിത മുഖ്യമന്ത്രിയായത്, പാർട്ടിയുടെ നേതാവായത്, എങ്ങനെയാണ് MGR നേതാവായത്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തമിഴ്നാട്ടിലും ഒരു പരിധിവരെ ആന്ധ്രാപ്രദേശിലുമൊക്കെ ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ നിലയ്ക്ക് ഈ തരത്തിൽ ഇപ്പോൾ ശശികലയെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ചരിത്രത്തോട് നീതി പുലർത്തുന്ന ഒരു നടപടിയാകുക? കുറ്റപ്പെടുത്തുന്നില്ല, ആരും ആരെയും ഇവിടെ കുറ്റപ്പെടുത്തുന്നില്ല. ഒരു ജനങ്ങൾ അറിയാവുന്ന, ജനങ്ങൾക്കറിയാൻ വ്യഗ്രത പൂണ്ടിരിക്കുന്ന ഈ നിമിഷം പോലും നമ്മുടെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയുന്ന ഒരു ഉത്തരം അത് വളരെ വ്യക്തമായിട്ട് ശശികലാമ്മ കൊടുത്തിരുന്നുവെങ്കിൽ ഇവിടെ ഈ ചോദ്യമോ ഈ അക്കാര്യത്തിൽ ഈ വാദം ഉയർത്തുന്നത് കൊണ്ടാണ് AIADMKയുടെ പനീർശെൽവം വിഭാഗത്തിന്റെ നേതാവായ ശ്രീമതി ഉഷയോട് എനിക്ക് വീണ്ടും ചോദിക്കേണ്ടി വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും അതറിഞ്ഞില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് നടന്നിരുന്ന O. പനീർശെൽവം ഈ കാര്യം ഇപ്പോൾ പറഞ്ഞുകൊണ്ട്, ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് വരേണ്ട ആളല്ല. അദ്ദേഹം ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ച് ജനങ്ങളിലേക്ക് വീണ്ടും പോകേണ്ട ആളാണ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറയേണ്ട ആളാണ്. ഇപ്പോൾ ഭരണഘടനാപരമായി ഗവർണർ തീരുമാനിക്കട്ടെ എന്ന് പറയേണ്ട ആളാണ്. എന്തിന് മുഖ്യമന്ത്രി തന്നെയാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ രീതിയിലുള്ള നടപടികളിലേക്ക് പോകുന്നു? അധികാരമോഹം ഒന്നാണോ? അധികാരമോഹമാണോ ഇനി അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് പുറത്തു നിൽക്കുന്ന എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തം, ചെന്നൈ നഗരം ഇളകി മറിയും. ചെന്നൈ നഗരം ഇളകി മറിഞ്ഞാൽ ആരുണ്ട് അതിന് പിന്തുണയ്ക്കും? നിങ്ങൾക്ക് ഈശ്വരൻ, അല്ലാതെ എന്ത് പറയാം? രാഷ്ട്രീയ ഉത്തരമല്ല അല്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, തുണക്കാൻ ആളില്ലാതെ, ഒരു ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ ഇന്ന് ഞാൻ ഈ പോസ്റ്റിൽ വന്നിരിക്കില്ല. എന്നെ പറഞ്ഞു വിടാൻ ഇല്ലെങ്കിൽ ഒരു ബാക്ക് സപ്പോർട്ട് എനിക്കുള്ളത് കൊണ്ടാണ് തല നിവർത്തിയിരുന്ന് ഞാൻ ഇവിടെ അതിശക്തമായി. എനിക്ക് അറിയേണ്ടത് ഇത്ര മാത്രമാണ്. പറഞ്ഞു കേൾക്കുന്നതിൽ ഒന്ന്, AIADMKയുടെ പനീർശെൽവം വിഭാഗത്തിനുള്ള ഇപ്പോഴത്തെ പിന്തുണ പുറകിൽ നിന്നോ മുന്നിൽ നിന്നോ സൈഡിൽ നിന്നോ ഒന്നുമല്ല, അത് കേന്ദ്രത്തിൽ നിന്നാണ് എന്നാണ്. അവിടെ നിന്ന് പറയുന്നതനുസരിച്ച് പനീർശെൽവം പെരുമാറുന്നു. പനീർശെൽവത്തിന്റെ കൂടെയുള്ളവർ ആ രീതിയിൽ അവിടെ ആക്ട് ചെയ്യുന്നു. നിങ്ങളോടൊപ്പം അടുക്കാൻ ശ്രമിക്കുന്ന, പനീർശെൽവത്തോടൊപ്പം അടുക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിലെ ഒരു വിഭാഗവുമുണ്ട്. കോൺഗ്രസ് എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല.
അതിന് ഉദാഹരണം പറഞ്ഞു തരാം. ശശികലാമ്മയുടെ ഭർത്താവ് കോൺഗ്രസ്സുകാരെ പോയി കണ്ടിട്ടുണ്ട്. അതൊക്കെ പച്ചയായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ആ ഒരു അടിസ്ഥാനത്തിൽ അദ്ദേഹം പോയി അവിടെയുള്ളവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദ്രാവിഡ മനുഷ്യരാണ് അവിടെയുള്ളത്. അവിടെ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് വരെ ഒരു ഭരണം വന്നിട്ടില്ല. ഇവിടെ സംഭവിക്കാൻ പോകുന്നതും സംഭവിച്ചതും എടുത്തുചാട്ടത്തിലേക്കൂടെ അമ്മ വരാൻ ശ്രമിച്ചപ്പോൾ അമ്മയുടെ ഭർത്താവ് പോയിട്ട് പിന്നെ ഡൽഹിയിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിച്ച് അമ്മയ്ക്കൊരു പിന്തുണ വേണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നടക്കുന്ന സകല ചിത്രങ്ങളും പിന്നീട് ഉരുവായത്. വ്യക്തമായില്ല ശ്രീമതി ഉഷ. അതായത് BJP എന്നാണോ ഈ ഡൽഹിയിലെ ചിലർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്? അല്ല, കോൺഗ്രസ് നേതാക്കളെയാണ് അദ്ദേഹം പോയി കണ്ടത്. അതിൽ തൃപ്തരല്ലാത്ത പനീർശെൽവം വിഭാഗത്തെ ആരാണ് നിയന്ത്രിക്കുന്നത്? അതിപ്പോ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ അവരാരുമായിട്ടും സംസാരിച്ചിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ കോൺഗ്രസുമായി ശശികലയുടെ ഭർത്താവ് സംസാരിച്ചത് അറിയാവുന്ന TT ഉഷയെ പോലെയുള്ള നേതാക്കൾക്ക് പനീർശെൽവമാണ് നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ആരാണ് ഈ രീതിയിൽ സഹായിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റാത്തവണ്ണം ദുരൂഹമാകുന്നത് എന്തുകൊണ്ടാണ്? വേറെ, അതായത് അവിടുത്തെ ജനങ്ങളുണ്ടല്ലോ, ജല്ലിക്കെട്ട് വന്നപ്പോൾ അവിടെ BJPയുടെ ആഹ്വാനമായിരുന്നല്ലോ ജല്ലിക്കെട്ട് നടത്താൻ പാടില്ല എന്ന്. അത് അല്ലല്ല, BJPയുടെ ആഹ്വാനമല്ല അത്. BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുത്തൊരു വാഗ്ദാനമാണ്. അവർ തിരിച്ചു അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ ജല്ലിക്കെട്ടിൽ ഉള്ള നിരോധനം നീക്കും എന്ന്. ഓക്കെ, അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ ഈ പിന്നെ BJP അവിടെ വരുവാണെങ്കിൽ അവർക്ക് അവരേതായിട്ടുള്ള പൈതൃകങ്ങൾ മാറ്റിവെക്കപ്പെടണമോ എന്ന് തമിഴ് ജനത ഭയക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർ വന്നു കഴിഞ്ഞാൽ ഈ ദ്രാവിഡ എന്ന് പറയുന്ന സമൂഹത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നും അവർക്ക് ഭയമുണ്ട്. ഇങ്ങനെ രണ്ട് ഭയത്തിന്റെ പുറത്താണ് അങ്ങനെയുള്ള ഭയമൊക്കെ ഒരു പരിധി വരെ നീങ്ങിയിട്ടുണ്ടായിരുന്നു. ജയലളിതയെ പോലെ ദ്രാവിഡ വിഭാഗത്തിൽ പെടാത്ത ഒരാൾ മുഖ്യമന്ത്രിയായി അവിടെ ഉണ്ടായിട്ടുണ്ട്. അതാണ് BJPക്ക് വലിയ പ്രശ്നമായി ഇത്രയും കാലം അവിടെ ഉണ്ടായിരുന്നത്. ആ പ്രശ്നം ഇപ്പോൾ ഒരു പരിധിവരെ നീക്കാൻ സാധിക്കുമെന്ന് കരുതുന്ന BJPയുടെ ഡൽഹിയിലെ നേതാക്കൾ ഗവർണർ വഴി ഇടപെട്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ നാടകത്തെ വേണ്ട രീതിയിൽ ചലിപ്പിക്കുന്നു എന്നൊരു കിംവദന്തി എന്ന് വേണമെങ്കിൽ പറയാം ഉണ്ട്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? മറുപടി ആലോചിച്ചാൽ ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് അഭിലാഷ്, ഈ പറയുന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമാകേണ്ടത് ഗവർണർ കൃത്യമായ സമയം പാലിച്ചാണോ മുന്നോട്ട് പോകുന്നത് എന്നാണ്. അതിനകത്ത് ഭരണഘടനാപരമായി നോക്കുമ്പോൾ എന്തെങ്കിലും ദുരൂഹത താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഭരണഘടനയുടെ ഡോക്ടർ ലാൽ 163 അനുച്ഛേദ പ്രകാരം ഗവർണർക്ക് വിവേചനാധികാരമുണ്ട്. 163 ക്ലോസ് 2 പ്രത്യേകം പറയുന്നുണ്ട് എന്താണ് വിവേചനാധികാരം എന്നുകൂടി തീരുമാനിക്കുവാനുള്ള അധികാരം ഗവർണർക്കുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഭരണഘടന പറയുന്നതെങ്കിലും നിർഭാഗ്യവശാൽ 1952 മുതൽ മദ്രാസ് പ്രസിഡൻസിയിൽ അന്ന് ശ്രീപ്രകാശ ഗവർണറായിരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ടും C. രാജഗോപാലാചാര്യയെ മന്ത്രിസഭ ഉണ്ടാക്കാൻ, അതായത് കമ്മ്യൂണിസ്റ്റ് ആശയം ഒരുപക്ഷെ നാടിന് നല്ലതല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ അന്ന് രാജഗോപാലാചാര്യയെ ഭൂരിപക്ഷമില്ലായിരുന്ന ഒരു ഗ്രൂപ്പിനെ മന്ത്രിസഭ ഉണ്ടാക്കാൻ വിളിച്ചാണ് 1952. അപ്പോൾ അന്ന് മുതൽ ഭരണഘടനയിൽ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ആ വിവേചനാധികാരം പലപ്പോഴും തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു വരുന്ന ഒരു ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് നാം കണ്ടുവരുന്നത്. അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ അവസരം ഉണ്ടായിരുന്നെങ്കിൽ അവരും ഇങ്ങനെ ചെയ്തേനെ. അപ്പം ഭരണഘടനാ പ്രിൻസിപ്പിൾസിനെ മുഴുവൻ ബലി കഴിക്കുന്ന ഒരു നിലപാടാണ് പ്രാക്ടീസിൽ നാം കണ്ടുവരുന്നത്. അപ്പോൾ ഈ വിവേചനാധികാരം സന്മനസ്സോടുകൂടി ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ വിധി ഒരു 2-3 ദിവസത്തിനുള്ളിൽ വരാനിരിക്കെ എന്തിനാണ് ഈ തിടുക്കമെന്ന് AIADMK ലീഡർഷിപ്പിനോട് ഗവർണർക്ക് ചോദിക്കാം. പക്ഷേ ഇപ്പോൾ ഈ കലങ്ങി മറിഞ്ഞ ഈ ഒരു അവസരത്തിൽ അങ്ങനെ ഒരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമാണ് അതിൻ്റെ പുറകിൽ രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കൺവെൻഷൻസും പ്രസിഡൻസും ഒക്കെ നാം പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം റിക്വയർഡ് ആയിട്ടുള്ള 131 ആൾക്കാരുടെ സപ്പോർട്ട്, അതായത് മെജോറിറ്റി AIADMKയുടെ ശശികല ഫാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കത്ത് നൽകുകയും കത്തിൽ വിശ്വാസമില്ലെന്നുണ്ടെങ്കിൽ അവരെ പരേഡ് ചെയ്യട്ടെ, രാജ്ഭവനിലേക്ക് കൊണ്ടുവരട്ടെ.
അവരോട് ഗവർണർ സംവദിക്കട്ടെ. അഡ്വക്കേറ്റ് എം ആർ അതിനുശേഷം അഭിലാഷ്, ഭൂരിപക്ഷം ഭരണഘടനാപരമായി ഒരു അങ്ങനെയുള്ള ഗവർണർ ഗ്രൂപ്പിനെ ആ ഇന്നത്തെ കാര്യത്തിൽ പറഞ്ഞു. ഇപ്പോൾ എടുക്കേണ്ട തീരുമാനം എന്താണ് എന്നാണ് അറിയേണ്ടത്. കാരണം ഇപ്പോൾ തമിഴ്നാട്ടിൽ ഓരോ എന്താണ്, 2 MLA-മാർ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയി എന്ന് പറയുന്നു, 5 മന്ത്രിമാർ പന്നീർസെൽവത്തോടൊപ്പം ഗവർണറെ കാണുന്നു, ശശികലയോടൊപ്പം 5 മന്ത്രിമാർ ഗവർണറെ കാണുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. ഇങ്ങനെ അപ്പുറത്തുണ്ടായിരുന്നതിൽ ചിലർ ഇങ്ങോട്ടേക്ക്, ഇവിടെയുള്ളതിൽ ചിലർ അങ്ങോട്ടേക്ക് എന്ന രീതിയിൽ കുതിരക്കച്ചവടത്തിനുള്ള സാധ്യത കിടക്കുന്നു. ഈ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് കാരണം എന്താണ്? കൃത്യമായി ഒരു നിലപാട് ഇപ്പോഴും ഭരണഘടനാ സ്ഥാപനത്തിൽ നിന്ന്, ഗവർണറുടെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരാത്തതാണ്. ആ കാര്യത്തിൽ എത്ര വരെ പോകാം? ഡോക്ടർ ലാൽ, കുതിര കച്ചവടം എന്ന് പറയുന്നത് ഗവർണർ അന്വേഷിക്കേണ്ടുന്ന കാര്യമല്ല. ബീഹാർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഡിസൊല്യൂഷൻ കേസിൽ 2006 രാമേശ്വർ പ്രസാദ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന ഹിസ്റ്റോറിക് ആയിട്ടുള്ള ജഡ്ജ്മെന്റിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, കുതിര കച്ചവടമോ മറ്റു കച്ചവടങ്ങളോ ഒന്നും ഗവർണറുടെ ബോധറേഷൻ അല്ല. ഗവർണർക്ക് അസർട്ടൈൻ ചെയ്യാനുള്ള കാര്യം വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എത്ര പേരുടെ സപ്പോർട്ട് ഉണ്ടെന്ന് ശശികലയോട് ചോദിക്കുക. അവരുടെ കത്തിൽ കൊടുത്തിരിക്കുന്ന സിഗ്നേച്ചേഴ്സ് വിശ്വാസയോഗ്യമല്ലെന്നുണ്ടെങ്കിൽ അവരെ 2 മണിക്കൂറിനകം രാജ്ഭവനിൽ കൊണ്ടുവന്ന് പരേഡ് ചെയ്യാൻ പറയുക. ഇപ്പോൾ ശരിക്കും ഒരു വലിയ ഭരണഘടനാ പ്രതിസന്ധിയാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. ഒരു ഉദാഹരണത്തിന്, ഇനി ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സെഷൻ വിളിച്ച ശേഷം അവിടെ ഭൂരിപക്ഷം ഇമ്മീഡിയറ്റ് ആയിട്ട് തെളിയിക്കുക എന്നുള്ളത് അസാധ്യമാണ്. കാരണം ഭരണഘടനയുടെ 176-ാമത്തെ അനുച്ഛേദ പ്രകാരം വർഷത്തിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ആദ്യത്തെ സെഷൻ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി വേണം തുടങ്ങേണ്ടത്. അപ്പോൾ ആർക്കാണ് മെജോറിറ്റി എന്നറിയാതെ ആരുടെ നയമാണ് ഗവർണർ ഇവിടെ പ്രഖ്യാപിക്കേണ്ടത്? അപ്പൊ ഏറ്റവും ആദ്യം ഗവർണർ അസർട്ടൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, വിതിൻ അവേഴ്സ് അസർട്ടൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഏത് കക്ഷിക്കാണ് പരേഡ് നടത്തി കണ്ടെത്തി എണ്ണി എടുക്കേണ്ടതാണ് എന്നുള്ളത് ഭരണഘടനയുടെ ഏതെങ്കിലും വകുപ്പുകളിലുണ്ടോ, അതോ കൃത്യമായി അത് ഹൗസിന്റെ ആ ഫ്ലോറിൽ തന്നെ തീരുമാനിക്കപ്പെടേണ്ടതാണോ എന്നാണ് അറിയേണ്ടത്. നമുക്ക് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇപ്പോൾ വരുന്ന ഏറ്റവും ഒടുവിലത്തെ വാർത്ത DMK-യുടെ പിന്തുണയും പന്നീർസെൽവത്തിനുണ്ടാകും എന്ന അർത്ഥത്തിലാണ്. അതായത് താങ്കൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് ശശികലയെക്കുറിച്ചുള്ള ദുരൂഹതകൾ അവിടുത്തെ ജനങ്ങൾക്ക് അവിശ്വാസമുണ്ടാക്കുന്നുണ്ട് ആ വിഭാഗത്തോട്. അതുകൊണ്ട് തന്നെ താങ്കളെപ്പോലുള്ളവർ അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗം പന്നീർസെൽവത്തിനൊപ്പം തന്നെയാണ്, ജനങ്ങളുടെ വികാരത്തിനൊപ്പമാണ്. പക്ഷേ കേൾക്കുന്നത് എന്താണ്? ഇപ്പോൾ ഇവിടെ ശ്രീമതി TT ഉഷ പറഞ്ഞത് എന്താണ്? ശശികലയുടെ ഭർത്താവ് നടരാജൻ ഡൽഹിയിലെ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ ഉള്ള ആളുകളുമായിട്ടാണ് ചർച്ചകൾ നടത്തിയിട്ടുള്ളത്. ശശികല തന്നെ കോൺഗ്രസുമായി അടുത്ത് ബന്ധപ്പെടാനാണ് ശ്രമിക്കുന്നത്. ആകെ അവർക്കുള്ളൊരു താല്പര്യക്കുറവ് DMK അലയൻസിൻ്റെ കൂടെയാണ് അവർ എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു പ്രതിസന്ധി ഈ തമിഴ്നാട് രാഷ്ട്രീയത്തെ തങ്ങൾക്കൊപ്പമാക്കുന്നതിൽ കോൺഗ്രസ് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടോ? അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഞാനൊക്കെ പറഞ്ഞ ഒരു ധാർമ്മികതയുടെ പ്രശ്നമാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത്. അതേസമയം ഭരണഘടനാപരമായ പ്രശ്നമാണ് ചർച്ച ചെയ്യുന്നെങ്കിൽ ഒരു കാര്യം പറയാം. ഒരു മുഖ്യമന്ത്രി രാജിവെച്ചു, ആ രാജി ഗവർണർ സ്വീകരിച്ചു. സ്വാഭാവികമായി മുഖ്യമന്ത്രിയെ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഒരാളെ പുതുതായി മുഖ്യമന്ത്രിയായി നിയോഗിച്ചു. അപ്പോ നിയുക്ത മുഖ്യമന്ത്രി തനിക്ക് ഭൂരിപക്ഷം ഉണ്ടെന്ന് കാണിച്ച് കത്ത് ഗവർണർ കൊടുത്തു. അപ്പൊ സ്വാഭാവികമായി ഒരു കെയർടേക്കർ മുഖ്യമന്ത്രിക്ക് ഒരിക്കലും ഭൂരിപക്ഷം സഭയിൽ തെളിയിക്കാനുള്ള ഒരു അവകാശം കൊടുക്കേണ്ട യാതൊരു സാഹചര്യവും ഇല്ല. അപ്പൊ സ്വാഭാവികമായി നിയുക്ത മുഖ്യമന്ത്രിയായി MLA-മാരുടെ ഭൂരിപക്ഷമുള്ള പാർട്ടി കൊടുത്തിരിക്കുന്ന പേരുകാരിയെ ഗവർണർ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കണം. സത്യപ്രതിജ്ഞ നടക്കട്ടെ. ഒരു 6 മാസക്കാലം വെയിറ്റ് ചെയ്യാനുള്ള സഹിഷ്ണുത ഇപ്പുറത്തെ അദ്ദേഹം കാണിച്ചാൽ മതി, നിലവിലുള്ള കെയർടേക്കർ മുഖ്യമന്ത്രി കാണിച്ചാൽ മതി. 6 മാസം കഴിയുമ്പോൾ സ്വാഭാവികമായി ഒരു ഇലക്ഷനെ നേരിടേണ്ടി വരും. തമിഴ്നാട്ടിലെ ജനങ്ങൾ ജല്ലിക്കെട്ട് പ്രശ്നത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും മനസ്സിലാക്കുന്നതനുസരിച്ച് ആക്ട് ചെയ്യാനും കഴിവുള്ള ഒരു ജനതയാണ് തമിഴ്നാട്ടിലുള്ളതിൽ. അവരെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ സ്വാഭാവികമായി ഒരു 6 മാസക്കാലത്തെ ആത്മസംയമനം കാണിക്കാൻ ശ്രീ പന്നീർസെൽവം തയ്യാറായാൽ സ്വാഭാവികമായി അതിനുള്ളിൽ ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷേ ഈ ആത്മസംയമനം പാലിക്കാൻ പന്നീർസെൽവത്തിന് അനുമതി കൊടുക്കാത്തത് ആരാണ് ശ്രീ ഉണ്ണിത്താൻ? അതായത് ഗവർണർ സുപ്രീം കോടതി വിധി ഈ ശശികലയ്ക്കെതിരാകും എന്ന ഒരു കാരണം പറഞ്ഞ് ഈ കാര്യത്തെ വൈകിപ്പിക്കുന്നു എന്നൊരു വാർത്തയുണ്ട്. ഈ കാര്യത്തിൽ ഗവർണറാണ് ഈ തമിഴ്നാട് രാഷ്ട്രീയം ഈ മന്നാർക്കുടി മാഫിയയുടെ നിയന്ത്രണത്തിലാണ്. ആ മാഫിയയെ
അതൊക്കെ ജയിലിൽ പോലും അവർ തടവറയിൽ താമസിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അപ്പൊ സ്വാഭാവികമായി രണ്ടു കാര്യത്തിൽ ശശികലയുടെ തീരുമാനങ്ങൾ അവിടെ ജനങ്ങളിൽ സംശയം വർദ്ധിപ്പിക്കും. ഒന്ന്, ജയലളിതയുടെ വീട് ബോയ്സ് ഗാർഡൻ അത് സംസ്ഥാനത്തെ ഒരു സ്മാരകമാക്കി മാറ്റുന്നതിനെ ശശികല എതിർത്താൽ സ്വാഭാവികമായി അവിടുത്തെ ജനങ്ങളിൽ അത് ശക്തമായ വികാരമുണ്ടാക്കും. അതിന് യാതൊരു തർക്കവുമില്ല. രണ്ടാമത്, അവരുടെ മരണത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടക്കുന്നതിനെ ആരും എതിർക്കുമെന്ന് തോന്നുന്നില്ല, ശശികല ഒഴിച്ച്. കാരണം അന്വേഷണം അനിവാര്യമാണ്. പക്ഷേ ആ കാര്യങ്ങളൊക്കെ ഒരു കെയർ ടേക്കർ മുഖ്യമന്ത്രിക്ക് അങ്ങ് തന്നെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് പ്രഖ്യാപിക്കാനാകുക? ആ കാര്യങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് 6 മാസം കഴിഞ്ഞ് തിരിച്ചെത്തി ചെയ്യേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പുതിയ മുഖ്യമന്ത്രി എടുക്കേണ്ട തീരുമാനങ്ങളാണ്? അതൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാക്കാൻ പറ്റുക ഒരു കെയർ ടേക്കർ മുഖ്യമന്ത്രിക്ക്? മാഫിയ സംഘമാണ് ആശുപത്രിയെ നിയന്ത്രിച്ചത്, നയിച്ചത്. അവരുടെ കോടാനുകോടികൾ കൈപ്പറ്റിയ ഡോക്ടർമാർ വിനീത വിധേയന്മാരായിട്ടാണ് ഇപ്പൊ പത്രസമ്മേളനം നടത്തി ഈ മരണത്തിൽ ദുരൂഹതയുമില്ലെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഈ മരണത്തെക്കുറിച്ച് ഒരു ജുഡീഷ്യൽ എൻക്വയറി അനിവാര്യമാണ്. ജയലളിതയുടെ മരണത്തെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ശശികലയുടെ സ്ഥാനം ജയിലിനുള്ളിലായിരിക്കും, യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് 6 മാസം. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ MS കുമാർ, ഈ ശശികലയുടെ കാര്യത്തിൽ ഒരു വിരുദ്ധ അഭിപ്രായം പല പാർട്ടികൾക്കുമുണ്ട്. പക്ഷേ അതേസമയം പനീർശെൽവത്തിന് എങ്ങനെയാണ് ഭരണഘടനാപരമായി സാധുതയുള്ളത് എന്നതും ചോദ്യമാണ്. കാരണം അദ്ദേഹം കാവൽ മുഖ്യമന്ത്രിയാണ്. പുതിയ മുഖ്യമന്ത്രി അങ്ങനെയാണെങ്കിൽ വരേണ്ടത് AIADMKയിൽ നിന്ന് തന്നെ ശശികല അല്ലാത്ത ഒരു ജനകീയനായൊരു നേതാവോ വരിക എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം. അപ്പോഴും പനീർശെൽവത്തിന് സാധ്യത കുറവ് എന്ന കാര്യം ഇപ്പോൾ നമ്മൾ ഭരണഘടനാപരമായി നോക്കുമ്പോൾ കാണുന്നത് തന്നെയല്ലേ? സിലാലെ, പനീർശെൽവം വരികയോ ശശികല വരികയോ ചെയ്യട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അല്ല, നമ്മുടെ വിഷയമാണ്. ഞാൻ പറയുന്നത് ഭരണഘടനാപരമായി നമ്മൾ അന്വേഷിക്കുന്ന ഒരു വിഷയമാണ്. നിങ്ങളിപ്പോ ഗവർണർ എന്തോ ഒരു കളിക്കുന്നു, അല്ലെങ്കിൽ ഗവർണർ വേണ്ട വിധം കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണല്ലോ ലാലെ എല്ലാരെ കൊണ്ടും പറയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ സംശയം, ഇങ്ങനെ ഒരു വാർത്തയുണ്ട് ഇപ്പോൾ. ഗവർണർ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു സമയം പനീർശെൽവത്തെ ഉപദേശിക്കുന്നില്ല? താങ്കൾക്ക് മുഖ്യമന്ത്രിയാകാം, നിങ്ങളത് ഫ്ലോറിൽ തെളിയിക്കൂ, അതല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വരും, അപ്പോൾ ആലോചിക്കൂ എന്ന് പറയാതെ എന്തൊക്കെയാണ് ഗവർണർ പനീർശെൽവവുമായിട്ട് സംസാരിച്ചത്, എന്തൊക്കെയാണ് ഗവർണർ ശശികലയുമായിട്ട് സംസാരിച്ചത് എനിക്കോ ലാലിനോ അറിയില്ല. പക്ഷേ എന്തായാലും ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യം ആയിരിക്കില്ല എന്ന് അങ്ങേക്ക് തോന്നുന്നു. ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ തവണ ജയലളിത മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കർണാടക ഹൈക്കോടതിയിൽ അവരുടെ ആ അഴിമതി കേസിൻ്റെ വിധി വരാൻ കാത്തിരിക്കുകയായിരുന്നു. അത് വിധി വന്നു കഴിഞ്ഞു, അവർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. അന്ന് അല്പം കൂടി കാത്തിരിക്കാമായിരുന്നില്ലേ ജയലളിത മുഖ്യമന്ത്രി ആകുന്നതിന് എന്ന് ചോദിച്ചവരും ചിന്തിച്ചവരും ധാരാളം പേരുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതി 6-7 മാസമായി ആ വാദമെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഒരു പക്ഷേ സമീപകാലത്ത് തന്നെ എൻ്റെ വിധി വന്നേക്കാം. വിധി അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്കിപ്പോഴും അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, എല്ലാ വശവും പരിശോധിച്ച് ആദ്യം ഏകകണ്ഠമായാണ് നേതാവിനെ തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു. അത് വിശ്വസിച്ചു നമ്മളെല്ലാം, ഗവർണർ അടക്കം. ഇപ്പോൾ അതിൽ നിന്ന് 4-5 പേര് മാറി, ഞങ്ങൾ അതിൽ അങ്ങനെ അല്ല, ഞങ്ങൾ നിർബന്ധിതരായവരാണെന്ന് പറയുന്നു. അതിന് കാരണം എന്താണ്? രാഷ്ട്രീയ ചരിത്രമുണ്ട്. ഗവർണർമാർ പോലും ഇത്തരം കാര്യങ്ങളിൽ ദുരൂഹമായ രീതിയിൽ ഇടപെട്ടതിന്റെ കാര്യങ്ങളുണ്ട്. സുപ്രീം കോടതി പല ഗവർണർമാരെയും വിമർശിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ചരിത്രം ഇടപെട്ടതായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ലല്ലോ. ഇന്ന് രാത്രി ഇരുന്നുകൊണ്ട് എനിക്ക് കഥകൾ ഉണ്ടാക്കാമെങ്കിലല്ലേ ഉള്ളൂ. ഇതുവരെ നിങ്ങൾക്ക് അനുഭവമൊന്നും ഇല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം 5 MLA ഇപ്പോൾ പനീർശെൽവത്തിന്റെ കൂടെയാണെന്ന് പറയുന്നു. ഇനി എത്ര പേര് ഇപ്പോൾ വരുമെന്നറിയില്ല. 139 പേര് തടവറയിലാണെന്ന് പറയുന്നു. നമ്മൾ ഗവർണർ എന്തിനിപ്പോൾ ധൃതി പിടിച്ചൊരു തീരുമാനം എടുക്കണം? അല്ല, അതാണ് എന്റെ ചോദ്യം. MS കുമാർ, അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഒരു ഘട്ടത്തിൽ ശശികലയോടൊപ്പം അല്ലെങ്കിൽ ഔദ്യോഗികമായ AIADMKയോടൊപ്പം എന്നിപ്പോൾ അവർ പറയുന്ന ഭാഗത്ത് പനീർശെൽവത്തിന്റെ കൂടെ വളരെ കുറച്ചു പേർ എന്ന് പറയുന്ന ഒരു ഘട്ടം, അത് പിന്നീട് പതിയെ മാറുന്നുണ്ടെങ്കിൽ അതിന് അനുവദിച്ചു കൊടുക്കേണ്ട ഒരു പദവിയാണോ, അത്തരം കാര്യങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കേണ്ട പദവിയാണോ ഗവർണറുടേത്? എന്തുകൊണ്ടാകാം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നതിന് കാരണം? ഇതിന്റെ കഥകളാണ് നമ്മുടെ ചരിത്രത്തിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയപരമായി നല്ല കഥകളല്ല. അത് നിങ്ങളുടെ മുൻവിധിയോടുകൂടിയുള്ള തീരുമാനമാണ്. ഗവർണർ ഇങ്ങനെ തന്നെ പ്രവർത്തിക്കാവൂ എന്നുള്ള ധാരണയാണ്. അങ്ങനെയല്ല, ഗവർണർ ജനാധിപത്യം മര്യാദയ്ക്ക് നടക്കണമെന്നും സംരക്ഷിക്കപ്പെടണമെന്നും ആഗ്രഹമുള്ളവരും കൂടിയാണ് ഗവർണർമാർ. ഞാൻ പറഞ്ഞോട്ടെ 2 ദിവസം കൂടി ഒരു തീരുമാനമെടുക്കുന്നതിൽ ഗവർണർ ആലോചിച്ചാൽ, അറ്റോർണി ജനറലുണ്ട്, അഡ്വക്കേറ്റന്മാരുണ്ട്, രാജ്യത്തെ നിയമജ്ഞന്മാരുണ്ട്, അവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കുന്നതിന് എന്താ ഇത്ര അമാന്തം? ഞാൻ ചോദിക്കട്ടെ, അത് കീഴ്വഴക്കമാകണ്ടേ? നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇനി ഇത്ര ഒരു സംഭവം ഉണ്ടായാൽ തമിഴ്നാട്ടിലുണ്ടായതൊരു കീഴ്വഴക്കമായി മാറുമല്ലോ. മറിച്ച് ഇപ്പം നമ്മുടെ മുമ്പിലുള്ള കീഴ്വഴക്കം എന്താ? ആന്ധ്രാപ്രദേശിലെ NT രാമറാവുവിൻ്റെ കാലം മുതലുള്ള അറിയാമല്ലോ, അന്ന് ഗവർണറായിരുന്ന രാംലാൽ കാണിച്ചതും
പിന്നീട് നമ്മളടക്കം എല്ലാവരും ജനാധിപത്യ വിരുദ്ധമെന്ന് വിശേഷിപ്പിച്ചതുമായ ആന്ധ്രാപ്രദേശിലെ നാടകങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്തിനത്തരം കാര്യങ്ങൾ ആവർത്തിക്കണം? ഒരു 2 ദിവസം കൂടി ഗവർണർക്ക് സാവകാശം. ഇപ്പോൾ 129 പേരുടെ പിന്തുണയുണ്ടെന്ന് പറഞ്ഞു. അത് തെളിയിക്കാൻ പല കാര്യങ്ങളുണ്ട്. ഓരോ MLA-മാരെ വിളിച്ച് അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ചോദിക്കാം. ഫ്ലോറിൽ തന്നെ തെളിയിക്കണമെന്നില്ല. ഫ്ലോറിലാണെങ്കിൽ ആര് വിളിച്ചു കൂട്ടും? രാജിവെച്ച പന്നീർശെൽവത്തിനെ കൊണ്ട് അതിന് കഴിയില്ല. ഭൂരിപക്ഷം ഗവർണർക്ക് ബോധ്യം വരാത്തിടത്തോളം ശശികലയെ കൊണ്ട് കഴിയില്ല. അപ്പോൾ ഗവർണർക്ക് MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിളിച്ച് സംസാരിച്ച് തെളിയിക്കും. ഇപ്പോൾ പണ്ടെപ്പോഴോ നടന്നു വന്നത് അങ്ങനെ തന്നെ തുടരണം എന്നുള്ള വാശി എന്തിനാ? നമ്മുടെ രാജ്യത്ത് എന്താ? നമ്മുടെ രാജ്യത്ത് നിയമവ്യവസ്ഥകൾ പാലിക്കപ്പെടണം. അതിനനുഗുണമായ ഏത് തീരുമാനവും ഗവർണർക്ക് എടുക്കാൻ വിവേചനാധികാരമാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹത്തെ വിശ്വസിക്കൂ. നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേന്ദ്രം BJP ഭരിക്കുന്നതുകൊണ്ട് ഗവർണർമാരെല്ലാം BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ധാരണ ശരിയല്ല. BJPക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു താല്പര്യമില്ല. അണ്ണാഡിഎംകെക്ക് ഭൂരിപക്ഷമുണ്ട്. BJPയോട് തമിഴ്നാട് രാഷ്ട്രീയത്തിന് താല്പര്യമുണ്ടോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷെ ഒരു കാര്യം, ഗവർണർ കേന്ദ്രം പറഞ്ഞതനുസരിച്ച് കേന്ദ്രത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനം. ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ ബിജു രമേശ് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഡോക്ടർ ബിജു രമേശ്, ഇപ്പോൾ ശശികല മന്നാർക്കുടി മാഫിയയുടെ ആളാണ്. ദുരൂഹമായ ജയലളിതയുടെ മരണത്തിന് കാരണക്കാരിയായിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ OPS പനീർശെൽവം ഇപ്പോൾ നിർബന്ധിച്ച് രാജിവെച്ച് പുറത്തു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായതിൽ നിന്ന് തിരിച്ചു വീണ്ടും മുഖ്യമന്ത്രിയായി ശശികലയെ പാഠം പഠിപ്പിക്കാൻ, ജനങ്ങൾക്ക് വേണ്ടി ജയലളിതയോട് കാണിച്ച ക്രൂരത തിരുത്താൻ വേണ്ടി അതിനൊരു അവസരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനാണ് മുഖ്യമന്ത്രിയാകാനുള്ള അവസരമുള്ളത് എന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന AIADMKയുടെ OPS വിഭാഗത്തിന് വേണ്ടി സംസാരിക്കുന്ന TT ഉഷയും പറയുന്നത്. ഡോക്ടർ ബിജു രമേശ്, താങ്കളുടെ അഭിപ്രായം? ഡോക്ടർ ബിജു രമേശ്, താങ്കൾ പറഞ്ഞ തുടക്ക ഭാഗം കേട്ടിട്ടില്ല. ഒന്നുകൂടി ആവർത്തിക്കാമോ? ആ ഓഡിയോ പ്രോബ്ലം ഉണ്ട്, ശരിയാക്കിയിട്ട് ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഇവിടെ ശ്രീ MS കുമാർ ചൂണ്ടിക്കാട്ടിയ ഗവർണർക്ക് 2 ദിവസം കൂടി സമയമെടുത്തുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവസരമുണ്ട്, നിയമപരമായി തന്നെ അത് ഉണ്ട് എന്ന് ആണ് അദ്ദേഹത്തെ പോലുള്ളവരൊക്കെ പറയുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, സുപ്രീം കോടതി വിധി ഒരു കേസിൽ വരുന്നതിനെ നോക്കി അതുവരെ കാത്തിരിക്കേണ്ട ഒരു ബാധ്യത ഗവർണർക്കുണ്ടോ? ഡോക്ടർ ലാൽ, മുമ്പേ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് മറുപടി പൂർണ്ണമായിട്ട് പറയുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതിൻ്റെ മറുപടി ഒന്ന് ആദ്യം പറഞ്ഞുകൊള്ളട്ടെ. ഹലോ, ഞാൻ അതിൻ്റെ മറുപടി ഒന്ന് ആദ്യം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പം ഗവർണറെ സംബന്ധിച്ചിടത്തോളം രാജ്ഭവനിൽ വെച്ച് ആർക്കാണ് സപ്പോർട്ടുള്ളത്, മെജോറിറ്റി ഉള്ളതെന്ന് പരിശോധിക്കുവാനുള്ള പൂർണ്ണമായിട്ടുള്ള വിവേചന അധികാരമുണ്ട്. അത് പരിശോധിച്ചതിന് ശേഷം ഇത്ര ദിവസത്തിനകം കോൺഫിഡൻസ് മോഷൻ പ്രൂവ് ചെയ്യണം, സഭയ്ക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളത് സഭയുടെ ഫ്ലോറിൽ പ്രൂവ് ചെയ്യണമെന്നുള്ള നിർദ്ദേശത്തോടു കൂടി മെജോറിറ്റി സപ്പോർട്ടുള്ള ആളിനെ മുഖ്യമന്ത്രിയായിട്ട് അവരോധിക്കുവാൻ കഴിയും. ഇനി ശ്രീ കുമാർ പറഞ്ഞ പോയിന്റിലേക്ക് വരട്ടെ. 163-ാമത്തെ അനുച്ഛേദ പ്രകാരം വിവേചനാധികാരം ഉണ്ടെങ്കിലും എന്നാണ് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് പാസ്സാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇപ്പോൾ ഇല്ല. ഒരാഴ്ചക്കകം ജഡ്ജ്മെന്റ് പാസ്സാക്കുമെന്ന് പറഞ്ഞെങ്കിലും സുപ്രീം കോടതിയുടെ കോസ്റ്റ് ലിസ്റ്റിലൊന്നും ഇതുവരെ ജഡ്ജ്മെന്റ് സൈറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു കലങ്ങി പറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ അനിശ്ചിതമായിട്ട് മുഖ്യമന്ത്രിയുടെ സ്ഥാനാരോഹണം, അതായത് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇഫക്റ്റീവായിട്ട് ഗവർണറെ അഡ്വൈസ് ചെയ്യാനില്ലാത്ത ഒരു സാഹചര്യം, അത് അനിശ്ചിതമായി തുടർന്നു പോകുന്നത് ഭരണഘടനയുടെ സ്പിരിറ്റിന് നല്ലതല്ല. എപ്പോഴും ഭരണകാര്യങ്ങളിൽ ഗവർണറെ അഡ്വൈസ് ചെയ്യാനായിട്ടൊരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ മെജോറിറ്റി ആർക്കാണെന്നുള്ളത് അസർട്ടൈൻ ചെയ്ത് എത്രയും പെട്ടെന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ട് 2 ആണെങ്കിലും 4 ആണെങ്കിലും ഇത്ര ദിവസത്തിനകം അത് സഭയുടെ ഫ്ലോറിൽ അത് പ്രൂവ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം കൊടുത്ത് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. ശരി, ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ ബിജു രമേശ്, താങ്കൾക്ക് തുടരാം. ആദ്യം പറഞ്ഞതൊന്നും കേട്ടില്ല. ഹലോ, പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ ബിജു രമേശ്, താങ്കൾക്ക് പറയാം. കേൾക്കാം. പറയാം.
ചോദ്യം ഒന്ന് അതായത് ഈ ശശികലയെ കുറിച്ചുള്ള ദുരൂഹമായ കാര്യങ്ങളൊക്കെ തമിഴ്നാട്ടിലെ ജനത വിശ്വസിച്ചിരിക്കുന്നു. അതിനെതിരെ ഒരു പടപൊരുതുകയാണ് ഇനിയിപ്പോൾ OPS. പല നടപടികളും ഇന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് OPS വീണ്ടും മുഖ്യമന്ത്രിയാകണം, നിർബന്ധിച്ച് മുഖ്യമന്ത്രി സ്ഥാനം കളയിച്ചതിന് പരിഹാരമായി മുഖ്യമന്ത്രി പദം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടണം എന്ന അർത്ഥത്തിലാണ് ശ്രീമതി ഉഷയെ പോലുള്ളവർ സംസാരിക്കുന്നത്. ഫോൺ കട്ടായി. പറഞ്ഞോളൂ. ഫോൺ കട്ടായി, സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഫോൺ കട്ടായി. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് ഫോൺ കണക്ട് ചെയ്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ അഡ്വക്കേറ്റ് അഭിലാഷിലേക്ക് ഞാൻ തിരിച്ചു വരാം. അതിനു മുമ്പ് ശ്രീമതി ഉഷ, ഡോക്ടർ ബിജു രമേശിനെ പോലുള്ളവർ ഈ കാര്യത്തിൽ മറ്റൊരു നിലപാടാണ് എടുക്കുന്നത് എന്നുള്ള ഒരു അറിവിൻ്റെ പുറത്താണ് അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശശികല ആണ് കൃത്യമായി അമ്മയുടെ പാരമ്പര്യം തുടരാനായി തമിഴ്നാട്ടിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അത് അമ്മ തന്നെ ആഗ്രഹിച്ചതാണ് എന്നൊരു വാദമുണ്ട്. ഒരിക്കലുമല്ല. അങ്ങനെ ആയിരുന്നു എങ്കിൽ അമ്മ 35 വർഷം കൂടെ നടത്തിയവർക്ക് ഒരു അറ്റ്ലീസ്റ്റ് എൻ്റെ പോസ്റ്റാണ് പൊതുക്കുളു. എൻ്റെ പോസ്റ്റ് എന്താണെന്ന് അറിയാത്തവർ പോലും ഇന്ത്യയിലും ലോകത്തും ഉണ്ട്. ഈ അമ്മ തന്നിരിക്കുന്ന ഈ പൊതുക്കുളു എന്ന് പറയുന്ന ഒരു ചെറിയ പോസ്റ്റോ വലിയ പോസ്റ്റോ അതെങ്കിലും അവർക്ക് കൊടുക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് കൊടുത്തില്ല? ഇല്ലെങ്കിൽ അമ്മ പേരവ, MGR മണ്ഡലം, എന്തെല്ലാം തസ്തികകൾ കിടക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഒരു ചെറിയ തസ്തിക പോലും കൊടുത്തില്ല? എന്തുകൊണ്ട് 5 വർഷത്തോളമായിട്ടുള്ള ടിക്കറ്റ് അവർക്ക് അമ്മ കൊടുത്തില്ല? ഇങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങളുള്ളപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചേരി തിരിയുന്നു. ചെന്നൈയിൽ ചേരി തിരിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഞാൻ ഇന്ന് രാവിലെ വൈകിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടാണ് വന്നത്. കേരള ഘടകം എന്നെ പച്ചയ്ക്ക് ഒറ്റപ്പെടുത്തുന്നു. അതിൽ ഉടനെ പോസ്റ്റ് കണ്ട കോട്ടയത്തുള്ള അനിൽ, കോട്ടയം ജില്ലാ സെക്രട്ടറി, എന്നെ വിളിച്ചു. ഒരിക്കലും അല്ല മേഡം, നിങ്ങൾ ഒറ്റയ്ക്ക്, ഞങ്ങളൊക്കെ ഉണ്ട് OPSന്റെ കൂടെ എന്ന്. നിങ്ങളുടെ ശക്തി പ്രകടനം അവിടെ നിൽക്കട്ടെ, പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങളെ എതിർക്കുന്നതായി അവർ പറയുന്നത്? അത് സ്വാഭാവികം, എനിക്കറിയില്ല. കാരണം OP എന്ന് പറയുന്ന വ്യക്തിയെ അമ്മ ഇഷ്ടപ്പെട്ടു. അമ്മ ഇഷ്ടപ്പെട്ട വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം അമ്മയ്ക്ക് പിന്നാലെയാണ് ഞങ്ങൾ എല്ലാവരും നടന്നത്. ഞങ്ങൾ ഒരിക്കലും ചിന്നമ്മയുടെ പിന്നാലെ നടന്നിട്ടില്ല. ഞാൻ നടന്നത് അമ്മയുടെ പിന്നാലെയാണ്. അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ വോട്ട് ചെയ്തത്. ഡോക്ടർ ബിജു രമേശ്, അമ്മയുടെ പിന്നാലെയാണ് ഈ AIDMKയുടെ അണികൾ നടന്നിട്ടുള്ളത്, അല്ലാതെ ചിന്നമ്മയുടെ പിന്നാലെയല്ല. അതുകൊണ്ട് അത് അംഗീകരിക്കാൻ സാധിക്കില്ല. എന്താണ് മറുപടി? അമ്മയുടെ അഭാവം വലിയൊരു അഭാവം തന്നെയാണ്. പാർട്ടിയെ വളരെ കരുത്തായി ഉറ്റു നയിച്ചിരുന്ന അമ്മയുടെ അഭാവത്തിന് ശേഷം പാർട്ടി ആര് നയിക്കാൻ പ്രാപ്തിയുള്ളവരുണ്ട് എന്ന മുതിർന്ന നേതാക്കന്മാരുടെ ചർച്ചയ്ക്ക് ശേഷമാണ് ശശികലാമ്മയുടെ പേര് നിർദ്ദേശിക്കപ്പെടുന്നത്. അവർ ശശികലാമ്മ ഇരുന്നിട്ട് നിർദ്ദേശിച്ചതല്ല. ശശികലാമ്മ ഇല്ലാത്ത വേദികളിൽ മുതിർന്ന നേതാക്കന്മാർ അടക്കമുള്ളവർ ഇരുന്നിട്ട് ആണ് തമ്പിദുരൈ അദ്ദേഹം അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരിരുന്നിട്ടാണ് ചിന്നമ്മയുടെ എന്നറിയപ്പെടുന്ന ശശികലാമ്മയുടെ പേര് നിർദ്ദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ജില്ലാ കമ്മിറ്റികളുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും മീറ്റിങ്ങുകൾ വിളിച്ചുകൂട്ടി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏകകണ്ഠേനമായി എടുത്ത തീരുമാനമാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ശശികലാമ്മയെ കൊണ്ടുവരണമെന്നുള്ള തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോയി കേരളത്തിൻ്റെ റെസൊല്യൂഷൻ കൊണ്ടുപോയി കൊടുത്ത ഞാനാണ്. അന്ന് ഈ തീരുമാനത്തിലേക്ക് വളരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും അമ്മയുടെ വോയിസ് കാർഡിൽ പോയി നിന്ന് കൈയടിച്ച് പോയി നിന്ന് ഫോട്ടോയും എടുത്തതാണ് ഈ ഇരിക്കുന്ന TT ഉഷ അടക്കമുള്ളവർ. ഇവരെല്ലാവരും പിന്താങ്ങുകയും അന്ന് സംസാരിക്കുകയും ചെയ്യുന്നു. ഇന്നിപ്പം മാറി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതുപോലെ തന്നെ അമ്മ മുഖ്യമന്ത്രി പദത്തിലേക്ക് ജനറൽ സെക്രട്ടറി തന്നെ വരണം എന്ന് പാർട്ടിയുടെ എല്ലാ MLA-മാരും പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരും ഇരിക്കുന്ന വേദിയിൽ സംസാരിച്ചത് പന്നീർസെൽവമാണ്. മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടത് പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെയാണ് എന്ന് പറയപ്പെടുകയും അത് കഴിഞ്ഞിട്ട് രാജിക്കത്ത് നൽകിയിട്ട് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം രാത്രിയാണ് അദ്ദേഹത്തിന് ബോധോദയം വന്നത്. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയാണ്. ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഇത്രയും പോലീസ് സന്നാഹമുള്ള ഒരു മുഖ്യമന്ത്രി പറയുകയാണ് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ നാളെ ഓരോന്നും ചെയ്തിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി ചെയ്തു എന്ന് പറയുന്നതിൽ എന്ത് പറച്ചിൽ എന്ത് സത്യസന്ധമാണുള്ളത്? അതൊന്നുമല്ല വന്നത്. അതിനുശേഷം DMKയുടെ ശക്തമായ ഇടപെടലുകളും പിന്തുണയും അദ്ദേഹത്തിന് നൽകും എന്നൊരു സാഹചര്യം വന്നപ്പോഴാണ്
അദ്ദേഹത്തിൻ്റെ ഈ മാറ്റത്തിന് പിന്നിലുള്ളത്. അദ്ദേഹത്തെ DMK പിന്തുണയ്ക്കാം എന്ന ഒരു ഇതാണ്. ഇപ്പോൾ ഈ ADMKയിലുള്ള ഈ ആൾക്കാരെ മൊത്തത്തിൽ എന്നെപ്പോലും DMKയുടെ സംസ്ഥാന പ്രസിഡൻ്റാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നെ വന്ന് കണ്ടായിരുന്നു. അപ്പോൾ മൊത്തം ആൾക്കാർ ഈ സ്ഥലത്തുള്ളവരെ ഇതിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി DMKയിലേക്ക് കൊണ്ടുപോരാം. അതേ അവസ്ഥയിൽ തന്നെയാണ് ശ്രീ പനീർസെൽവത്തിനെയും ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ ഇന്ന് 130 പേര് MLA ഒപ്പിട്ട പേപ്പറാണ് ഗവർണർക്ക് കൊണ്ടുവന്ന് ഹാജരാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും 130. പക്ഷേ ഡോക്ടർ ബിജു രമേശ്, ഈ കാര്യങ്ങളിലൊക്കെ ജനങ്ങളുടെ ഒരു വികാരം കൂടി വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ജനങ്ങൾ എങ്ങനെയാണ് ശശികലയെ കാണുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു സംസാരമുണ്ടല്ലോ. ഈ ജയലളിതയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശശികലയ്ക്ക് ഒരു പങ്കുണ്ട് എന്ന് കരുതുന്നവരുണ്ടല്ലോ. അതിനെയൊക്കെ ആണ് OPS-നെ പോലുള്ളവർ മുതലാക്കുന്നത്. അതായത് ജയലളിതയുടെ മരണത്തിൽ പോലും ശശികലയെ പോലുള്ളവർക്ക് പങ്കുണ്ട് എന്ന് കരുതുന്ന വിഭാഗങ്ങളെ, ജനങ്ങളെ ഉപയോഗിച്ച് തൻ്റെ പദവി വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ OPS നടത്തുന്നത്. അപ്പൊ ജനങ്ങളുടെ വികാരം ശശികലയ്ക്കെതിരാണ് താങ്കൾ ഈ പറയുന്ന MLA-മാരുടെ എണ്ണം ഉള്ളപ്പോഴും എന്നത് എങ്ങനെയാണ് മറക്കാനാകുക? ശ്രീമതി ഉഷ, ഇപ്പോൾ ബിജു രമേശ് പറഞ്ഞതിന് മറുപടി. അതായത് ജനങ്ങളാണ് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. AIDMK അല്പായുസിൽ ഇവിടെ തീർന്നു പോകാതിരിക്കണമെങ്കിൽ ഈ ഇത്രയും MLA-മാർ ഇപ്പം അമ്മയുടെ പക്ഷത്ത്, പിന്നെ ശശികല അമ്മയുടെ പക്ഷത്തുണ്ടെങ്കിലും 4.5 വർഷം കഴിയുമ്പോൾ അവർ തീർച്ചയായും ഈ ജനങ്ങളുടെ ഇടയിൽ പോയി നിന്നിട്ട് വേണം വോട്ട് ചോദിക്കാൻ. അതോടുകൂടെ തീരും AIDMKയുടെ കാര്യം. ഇവരൊക്കെ അല്പമായിട്ടാണ് ചിന്തിക്കുന്നത്. ദീർഘമായ വീക്ഷണം ഈ പറയുന്ന ഒരാൾക്കും ഇല്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ട് ഒന്നും വേണ്ട. അത് നിങ്ങൾ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഇപ്പോ 131 MLA-മാർ 234 അംഗ നിയമസഭയിൽ ശശികലയ്ക്കൊപ്പം ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. 129 ഉണ്ട് എന്നുള്ളത് അവർ എഴുതി അറിയിക്കാൻ തയ്യാറാണ്. അവരെ ഒന്നും ഇപ്പോൾ പനീർശെൽവത്തിന്റെ കൂടെ കാണിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ നിലയ്ക്ക് അവിടെ ഏറ്റവും വലുത് ഈ MLA-മാരുടെ പിന്തുണയാണ്. അത് പനീർശെൽവത്തിന് കൊണ്ടുവരാൻ സാധിക്കാത്തിടത്തോളം 4 കൊല്ലം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അവരല്ലേ വേവലാതിപ്പെടേണ്ടത്? അല്ല, ജനങ്ങളാൽ, നമ്മളൊക്കെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരാളാണ്. അല്ലാതെ നമ്മൾ ഏകപക്ഷീയ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് അവരുടെ പുതിയ നേതാവിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അത് ശശികലയാണെന്ന് പറയുന്നത്. അവിടെ എന്തിനാണ് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല, അതിനകത്ത് നിങ്ങൾക്കൊരു കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കാത്തിടത്തോളം പുറമേ നിന്നുള്ള നിങ്ങളുടെ ഈ പറച്ചിലിന് ആ വിലയല്ലേ ഉണ്ടാകൂ? തീർച്ചയായും. കാരണം സത്യങ്ങൾ എന്നും വളച്ചൊടിക്കപ്പെടും. പിന്നീടാണ് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും കാലങ്ങൾ കുറേ അങ്ങോട്ട് പിന്നോട്ട് പോകും. പക്ഷേ ആ സമയത്ത് ഈ നമ്മുടെ തമിഴ്നാട് ഭരിക്കാൻ AIDMK ഇല്ലാതെ പോയി വരും. ഇപ്പം തന്നെ സ്പ്ലിറ്റായി പലരും DMK-ലോട്ടും പലരും കേരളത്തിലെ തന്നെ കേരള ഘടകത്തിലെ പല വ്യക്തികളും DMK-യിൽ പോയി ചേർന്നതും സ്റ്റാലിൻ സാറുമായിട്ട് നിന്നെടുത്ത ഫോട്ടോയും എല്ലാം എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അത് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഉണ്ട്. കുറിപ്പിട്ട വ്യക്തികളടക്കം അങ്ങോട്ട് പോയി ചേർന്നു. ഇങ്ങനെ ചേർന്ന് പോയി കഴിഞ്ഞാൽ AIDMK-യുടെ അവസ്ഥ എന്താണ്? അതിന് കാരണം ആരാണ്? പനീർശെൽവം ആയിരുന്നു മുഖ്യമന്ത്രി ഇത്രയും കാലം. ഉഷ, അപ്പം അതിന് കാരണം എന്താണെന്നല്ല, ഇവിടെ ഒരു സ്റ്റേറ്റിനൊരു സെക്രട്ടറി ഉണ്ടായിരുന്നു. ആ സെക്രട്ടറി മരിച്ചുപോയതിന് ശേഷം ആ ഒരു സെക്രട്ടറി പോസ്റ്റിന് പോലും ഇവിടെ ഒരാൾ മുന്നോട്ട് വന്നിട്ടില്ല, ഒരാളെ നിയമിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തുക? കേരളത്തിന്റെ കാര്യമാണ് ഡോക്ടർ ബിജു രമേശ്. നമുക്ക് തമിഴ്നാട്ടിന്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഉഷയ്ക്ക് ഒരു പ്രശ്നം കേരളത്തിലെ ഘടകത്തിൽ പോലും ഉള്ള പ്രശ്നങ്ങളാണ്. കേരളത്തിലെ ഈ പ്രശ്നങ്ങൾ കാണുമ്പോൾ അവർക്ക് തമിഴ്നാട്ടിൽ എങ്ങനെ ഈ ശശികലയെ കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന സംശയമുണ്ട്. അതുകൊണ്ടാണോ പനീർശെൽവത്തെ ഇവരൊക്കെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നത്?